സാറിന്റെ അമ്മ സാറിന്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സാർ? ഇപ്പൊ അമ്മേനെ പറ്റി ഒരുപാട് പറഞ്ഞു, അമ്മമാരെ ആരാധിക്കണം. അമ്മ ഇപ്പം എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കും, ലോകത്തിലെ സർവ്വ സ്ത്രീകളെക്കുറിച്ചായി പറയുന്നത്. ലോകത്തിലെ സർവ്വ സ്ത്രീകളെക്കുറിച്ച് എൻ്റെ അമ്മയും എനിക്ക് തന്നതല്ല എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ഊർജ്ജം, എൻ്റെ അമ്മയുടെ ആത്മാവ്, ശരീരം, ഇതൊക്കെ രക്തം, ഇതൊക്കെ തന്നാണ് ഞാൻ ഉണ്ടായത്. എൻ്റെ അമ്മ ഇതുപോലെ തന്നെ എൻ്റെ അമ്മ ഒത്തിരി ശാഠ്യക്കാരിയായിരുന്നു. അതെൻ്റെ അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ദുരന്തങ്ങളൊന്നും ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. പനിന്ന് കൊണ്ട് കുറച്ച് ശാഠ്യക്കാരി, നല്ല തല്ലലില്ലായിരുന്നു. എന്നിട്ട് പിച്ചും പിന്നീട് ആ ഭാഗത്തുള്ള പിന്നെ ഒരുപാട് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഒരു അമ്മയുടെ ഒരു വാക്ക് ലംഘിക്കാൻ ഞാനിത് ഇല്ല. ലംഘിച്ചാൽ തന്നെ എനിക്ക് സങ്കടം വരും. നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ സിനിമയ്ക്ക് പോകണമെന്ന് ചിലപ്പോൾ എപ്പോഴും സിനിമയ്ക്ക് പോകാൻ കാശൊന്നുമില്ല. ഞാനപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 50 പൈസയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും. അത് എല്ലാവരും അഭിനയിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ നല്ല അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വയറുവേദന ആകുമ്പോൾ പാവം അന്ന് ആശുപത്രി പോകും. അപ്പോൾ ഈ സർക്കാർ ആശുപത്രിയിലാണ് പോകും. അപ്പോൾ സർക്കാർ ആശുപത്രി പോയിട്ട് വയറുവേദന അല്ല ഇത് മേടിച്ചിട്ട്, അപ്പോൾ ചുവന്ന വെള്ളം കിട്ടുന്നത്, എത്ര കഴിച്ചാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് മേടിച്ചിട്ട് നേരെ സിനിമയ്ക്ക് കയറും. സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം. എൻ്റെ നോണ പറഞ്ഞിട്ട് സിനിമ കാണുന്നത് വരെ ആ ആവേശത്തിലാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധം. എന്നിട്ട് വീട്ടിൽ വന്നാൽ ഈ കുറ്റബോധം കൊണ്ട് നമ്മൾ ഒരുപാട് ജോലിയൊക്കെ എടുക്കും. മുറ്റടിക്കും, എനിക്കറിയാം മുറ്റടിക്കാൻ അറിയാം, അമ്മ പഠിപ്പിക്കും. മുറ്റടിക്കാൻ അറിയാം, അകടിക്കാൻ അറിയാം, അലക്കാനും ഒക്കെ എനിക്ക് അറിയാമായിരുന്നു. അരയ്ക്കാനറിയാം, അങ്ങനെയൊക്കെ അറിയാമായിരുന്നു. ഇതൊക്കെ അപ്പോൾ അമ്മ ഇതൊക്കെ വളരെ ഞാൻ മുറ്റടിക്കണ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അയ്യേ ആൺകുട്ടി. അപ്പോൾ അമ്മ കൊണ്ട് പറയുന്നത് ഞാൻ മുറ്റടിയില്ല, ആൺകുട്ടികൾ മുറ്റടിക്കുന്നത്. ആരുടെ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളെ മുറ്റടിക്കാൻ? എടാ മഹാത്മാഗാന്ധി കക്കൂസ് കഴിയുന്നുണ്ട്. മഹാത്മാഗാന്ധി കക്കൂസ് കഴുകി പിന്നെ നിനക്ക് മുറ്റടിക്കാനാണ് ബുദ്ധിമുട്ട്. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഒരു പ്രതീകമായി. നമ്മുടെ സമൂഹത്തിന് പ്രതീകമല്ല, ഗാന്ധി നമ്മുടെ ഒരു പ്രതീകമല്ല. കുട്ടികളൊക്കെ പരിഹാസത്തോട് പറയുന്ന ഒരാളാണ് അല്ലേ? അപ്പം നമ്മൾ അങ്ങനത്തെ ഈ ബിംബങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിക്ക് വെച്ചൊരു തകരാറാണ്. അത് ചെയ്യില്ല തമിഴ്, മലയാളി ചെയ്യും. മലയാളി അങ്ങനത്തെ അവർ നല്ല ബിംബങ്ങളെ ഒരിക്കലും. അതുകൊണ്ടാണ് ഇന്നും ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലും MGR വലിയ ആളാണ്. ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലും MGR വലിയ ആളാണ്. അവിടെ ഭാഷ, അവരുടെ തമിഴ് ലാംഗ്വേജും അവർക്ക് ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കര എല്ലാം പാഷനേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ സർവ്വലോകത്തെ അമ്മയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ അവരെ ശീലിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാൻ. എനിക്ക് ചീട്ടുകളെ അറിയില്ല, ചീട്ടുകളിക്കറിയില്ല. എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്ന് അമ്മ പറയണം ചീട്ട് കളിക്കരുത്, ചീട്ട് കളിക്കുന്നത് റൗഡികൾ മാത്രമേ ചീട്ട് കളിക്കുള്ളൂ എന്നാണ് അമ്മ എനിക്ക് അന്ന് പഠിപ്പിച്ചത്. അപ്പോൾ റൗഡി അല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചീട്ടുകളി പഠിച്ചിട്ടില്ല. ഇന്നും എല്ലാവരും പലരും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ചീട്ടുകൾ വളരെ എളുപ്പത്തിൽ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ചീട്ടുകളെ പഠിക്കരുത്. അമ്മ പറഞ്ഞ വാക്കിന്ന് ഞാൻ ഓർക്കുന്നു. ചീട്ടുകൾ ഇന്നുവരെ എനിക്കറിയില്ല. പലരും ഞാൻ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. അതെന്തോ എനിക്ക് അതിനോടൊരു വിമുഖത, കാരണം അത് രേഖപ്പെടുത്തി എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിൽ. അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അമ്മമാരും ഒരുപാട് മക്കളുടെ സ്വാധീനം ചെലുത്തുന്നു. എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ എൻ്റെ ഭാര്യയിലെ എൻ്റെ അമ്മയുടെ നല്ലൊരു അംശമുള്ളതുകൊണ്ടാണ് ഇന്നും ആ സ്ത്രീക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നത്, ആ സ്ത്രീക്ക് എന്നോട് സ്നേഹിക്കാൻ പറ്റുന്നത്, അവരെന്നോടൊപ്പം നിൽക്കുന്നത്. ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ഞാനും സിന്ധു തമ്മിൽ വഴക്കിട്ടിട്ട് ഷൗട്ട് ചെയ്തൊരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ 20 വർഷമായി. ഈ 20 വർഷത്തിനിടയിൽ ഷൗട്ട് ചെയ്തിട്ട് പോയിട്ടില്ല. ചെറിയ കാര്യങ്ങൾ പരാമർശങ്ങളിലൊക്കെ ചെറുതായിട്ട് നൊമ്പരപ്പെടുത്തുമെന്നല്ലാതെ, ചില പരിഭവങ്ങളിൽ നൊമ്പരപ്പെടുത്തുന്നല്ലാണ്ട് ഈ ചില വളരെ സോഫ്റ്റായിട്ട് ചില കടുത്ത വാക്കുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ, കടുത്ത വാക്കെന്ന് വെച്ചാൽ ചീത്തം തരുന്നില്ല. എനിക്കെന്തോ ഞാൻ വല്ലാത്ത ഏകാന്തത തോന്നുന്നു, ആരുമില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. അങ്ങനത്തെ വാക്കുകൾ പറയാല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതും എൻ്റെ കുട്ടികളോട് അങ്ങനെ തന്നെ. എനിക്ക് തന്നെ അമ്മയെ പോലെയാണ്. ഭാര്യയൊക്കെ രണ്ടാമത് പറയുന്നുള്ളൂ, ഇപ്പോഴും അമ്മയെ പോലെയാണ്. ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ഒരു പരിചരണം ഇപ്പോഴും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി പരിഭവം വരും. എൻ്റെ ഭാര്യ എന്ന നിലയിൽ അവരെന്നെ ഇടപെടില്ല. അതുപോലെ ഞാനായിട്ട് ഇടപെടുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ്.
എല്ലാ പെൺകുട്ടികൾക്കും അമ്മയെ പോലെ അവരിൽ നിന്നൊരു അമ്മയുടെ പരിചരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ എപ്പോഴും ഒരു അച്ഛൻ്റെ പരിചരണം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അച്ഛനെ പോലെ പെരുമാറുന്നുവെങ്കിൽ അയാളെ വെറുക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അച്ഛനെ പോലെ പെരുമാറുന്നുവെങ്കിൽ വെറുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛനും അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അങ്ങനെ. നമ്മുടെ സുഹൃത്തും ഒരു അച്ഛനെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ ആൾ വെറുക്കാൻ പറ്റില്ല. ആ സ്നേഹം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, സംതൃപ്തരാണ്. അപ്പോൾ എന്നോട് ചുറ്റും എന്നോട് ബന്ധപ്പെട്ട എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാവരും ഞാനൊരു അമ്മ അനുഭവിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് അവർ എന്നിൽ നിന്നൊരു അച്ഛനെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്നേഹം പലർക്കും നിഷേധിക്കാൻ പറ്റാത്തത്. എന്നോട് വളരെ സ്നേഹമുള്ള ആളുകളുണ്ടാവുന്നത്. ഒരുപാട് പെൺകുട്ടികൾ എന്നോട് സ്നേഹമുള്ളവരുണ്ട്, വളരെ സ്നേഹമുള്ളവരുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊക്കെ ഈ അമ്മ എന്നുള്ള സംഗതിയാണ്. ഈ അമ്മയെ വണങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു പ്രത്യേക അമ്മയെക്കുറിച്ചല്ല പറഞ്ഞു. ഈ ലോകം ഇന്ന് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മ. പ്രപഞ്ചം ഉണ്ടായത് തന്നെ അങ്ങനെയല്ലേ, ഒരമ്മയിൽ നിന്നാണ്. ഇപ്പോഴും പ്രപഞ്ചം നിലനിൽക്കുന്ന സ്ത്രീയിലൂടെയല്ലേ. അപ്പോൾ അത് സ്ത്രീ മനസ്സിലാക്കണം. എല്ലാവരോടും അമ്മയെ പോലെ പെരുമാറും. നിങ്ങളുടെ അച്ഛനോട് അമ്മയെ പോലെ പെരുമാറി നോക്കൂ. അച്ഛനോട് അമ്മയെ പോലെ അമ്മയെ പോലെ പെരുമാറുന്നത് അത് ഭയങ്കര ഷായി. അങ്ങനത്തെ കുട്ടികളാണ് അച്ഛന്മാർ ഭയങ്കര അടുപ്പത്തിലായിരിക്കും. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് അത് സ്വാഭാവികം. അത് നമ്മുടെ മറ്റേ സെക്സിൻ്റെ പ്രത്യേകത വെച്ചിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ അമ്മയെ പോലെ ആയി നോക്കൂ. ഒരു അമ്മയെ പോലെ നോക്കി അച്ഛന് ഇത്തിരി എണ്ണയൊക്കെ തേപ്പിച്ചു കൊടുത്ത് എൻ്റെ അമ്മയെ അതെ അല്ല അങ്ങനെ ചിന്തിക്കാനിരുന്നാൽ മതി. നമ്മളെപ്പോഴും ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോഴാണ് അത് മനസ്സിലാക്കപ്പെടും. ഇന്നലെ ഈ നാളെ മനസ്സിലാക്കപ്പെടും. മനഃപൂർവ്വം നമ്മളൊരാളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം കാണാൻ വേണ്ടി ചിരിച്ച് കാണിച്ചാൽ അത് ശരിക്കും ചിരിക്കാൻ തോന്നിയാൽ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ.